നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ? ജോലി തിരക്കാണോ തടസ്സം? വിഷമിക്കേണ്ട, ബാസ് സ്റ്റഡി സെന്റർ നിങ്ങളൊപ്പം ഉണ്ട്. BA, BCom, BBA, BSW പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെയിരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം? അല്ല. ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെന്റർ കൂടെയുണ്ട്. ഹലോ എവ്രിവൺ, എല്ലാവർക്കും ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒരുപാട് ഡിഗ്രി കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. 3 ഇയർ ഡിഗ്രി കോഴ്സ് ആണെങ്കിലും 4 ഇയർ കോഴ്സ് ആണെങ്കിലും ഒരുപാട് ഡിഗ്രി കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ +2 റിസൾട്ട് ഒക്കെ വന്നതിന് ശേഷം ഒരുപാട് സ്റ്റുഡൻസ് ഡിഗ്രി ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യം കാണിച്ചു നിൽക്കുന്നവരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഏത് കോഴ്സ് എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് നമ്മൾ മുന്നേ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു എങ്ങനെയൊക്കെയാണ് നമ്മൾ ഡിഗ്രി കോഴ്സ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. എന്നാലും ഒരുപാട് സ്റ്റുഡൻസ് നമ്മളോട് ചോദിക്കുന്നതാണ്, ഇന്നൊരു കോഴ്സിന്റെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, അതായത് ഞാൻ ഏതെങ്കിലും ഒരു കോഴ്സ് എടുക്കുകയാണെങ്കിൽ എനിക്ക് ഭാവിയിൽ എന്തൊക്കെ ആ ഒരു കോഴ്സ് കൊണ്ട് ഉപകാരങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളത്. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ BA സോഷ്യോളജി എന്നുള്ള കോഴ്സിന്റെ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി കോഴ്സുകൾ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളൂ. അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സ്റ്റുഡൻസിന് വരുന്ന കോമൺ ഡൗട്ടാണ്, ഏതെങ്കിലും ഒരു കോഴ്സ് എടുക്കുകയാണെങ്കിൽ ആ ഒരു കോഴ്സിന്റെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ സാധ്യതകൾ എന്തൊക്കെയാണ്, അതിലുള്ള ജോലി സാധ്യതകളായിരിക്കാം, അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതകളായിരിക്കാം. ഒരുപാട് സ്റ്റുഡൻസിന് അറിയാത്തതും ഈ ഒരു കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ കോഴ്സുകളൊക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് പല സ്റ്റുഡൻസും ഇത്തരം കാര്യങ്ങൾ അറിയാണ്ടെയാണ് പല കോഴ്സുകളും ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ BA സോഷ്യോളജി എന്നുള്ളൊരു കോഴ്സിന്റെ സാധ്യതകളെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ +2 പഠിക്കുന്ന സമയത്തായിരിക്കും മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസും സോഷ്യോളജി എന്നുള്ള ഒരു സബ്ജക്റ്റിനെ കുറിച്ച് കേൾക്കുന്നത്. അതുവരെ നമ്മൾ കേട്ട് പരിചയമില്ലാത്ത ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റുഡൻസ് അഡ്മിഷൻ എടുക്കാൻ ഒരു ഡിസ്റ്റൻസ് കാണിക്കുന്ന ഒരു കോഴ്സാണ് നമ്മുടെ ഈ ഒരു BA സോഷ്യോളജി എന്ന് പറയുന്നത്. സോഷ്യോളജിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സോഷ്യോളജി എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് നമ്മൾ ആ ഒരു കോഴ്സിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അത് നമ്മുടെ സൊസൈറ്റിയെ പറ്റിയിട്ടാണ് നമ്മൾ കൂടുതലും ആ ഒരു കോഴ്സിൽ പഠിക്കുന്നത്. അപ്പോൾ ഡിസ്റ്റൻ്റ് ആയിട്ട് ഡിഗ്രി ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് BA സോഷ്യോളജി എന്ന് പറയുന്നത്. ഇനി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ BA സോഷ്യോളജി നിങ്ങൾക്ക് മലയാളത്തിലും പഠിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു BA സോഷ്യോളജി അല്ലെങ്കിൽ ഈ ഒരു സോഷ്യോളജി എന്നുള്ള സബ്ജക്റ്റ് കേട്ട് പരിചയം കുറവുള്ളത് കൊണ്ടാണ് ഒരുപാട് സ്റ്റുഡൻസ് ഈ ഒരു കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് കാണിക്കാത്തത്. അപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പഠിക്കാൻ ഈസി ആയിട്ടുള്ള ഒരു കോഴ്സാണിത്. അപ്പോൾ എന്നാലും ഒരുപാട് സ്റ്റുഡൻസിന് അറിയാത്ത കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ ഒരു സോഷ്യോളജി നമ്മൾ ഡിഗ്രി കോഴ്സായിട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്, അല്ല ജോലി സാധ്യതകളാണെങ്കിൽ അത് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പഠിക്കാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ BA സോഷ്യോളജി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റഡീസ് ഈ ഒരു ഫീൽഡിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം നിങ്ങൾ PG ആണെങ്കിലോ അല്ലെങ്കിൽ B.Edോ MPhilോ അങ്ങനെ എന്താണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡീസ് ഈ ഒരു ഫീൽഡിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ റിസർച്ചിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കോഴ്സ് കൂടിയാണ് നമ്മുടെ സോഷ്യോളജി എന്ന് പറയുന്നത്. ഇപ്പോൾ PhD ഒക്കെ ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്ക് PhD ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു കോഴ്സിൽ കണ്ടിന്യൂ ചെയ്യുന്നത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ അതുപോലെ തന്നെ UPSC എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഒരു മെയിൻ സബ്ജക്റ്റ് ആയിട്ട് ഇത് സോഷ്യോളജി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ UPSC എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചലഞ്ചിങ് എക്സാം ആണ് UPSC എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു UPSCയിൽ പോലും വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് കൂടെയാണ് നമ്മുടെ സോഷ്യോളജി എന്ന് പറയുന്നത്. ഇനി സ്റ്റഡീസ് അല്ലാണ്ട് എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക് സോഷ്യോളജിയിൽ ഉള്ളത് എന്ന് നോക്കാം. ആദ്യം തന്നെ ടീച്ചിങ് വേക്കൻസീസ് ആണ് നമുക്ക് എടുത്ത് പറയാനുള്ളത്. സോഷ്യോളജി എന്ന് പറയുന്നത് പഠിക്കാനും പഠിപ്പിക്കാനും വളരെ ഈസി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഹയർ സെക്കൻഡറി സ്റ്റുഡൻസിനാണെങ്കിലും അല്ലെങ്കിൽ ഇനി ഡിഗ്രി മേഖലകളിലൊക്കെ ആണെങ്കിലും നമുക്ക് ടീച്ചിങ്ങിന് വളരെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു കോഴ്സ് കൂടെയാണ് നമ്മുടെ സോഷ്യോളജി എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ്, അതായത് NGOസുമായി ചേർന്ന് പ്രവർത്തിക്കാനും ഈ ഒരു BA സോഷ്യോളജി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പറ്റും.
പിന്നെ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് സോഷ്യൽ സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യോളജി എന്ന് പറയുന്നത് സൊസൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ സോഷ്യൽ സർവീസിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഇവിടെ ഉണ്ട്. ഇപ്പോൾ സോഷ്യൽ സർവീസിലേക്ക് ഇറങ്ങിയിട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ BA സോഷ്യോളജി എന്ന് പറയുന്നത് ഒരു നല്ല കോഴ്സാണ്. പിന്നെ അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ്, സോഷ്യോളജി കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസിന് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നതും വളരെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖല തന്നെയാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കോഴ്സിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അതിന്റെ ഓപ്പർച്യൂണിറ്റീസും അറിയാത്തത് കൊണ്ടാണ് ഒരുപാട് സ്റ്റുഡൻസ് ഈ ഒരു കോഴ്സിലേക്ക് ഇൻട്രസ്റ്റ് കാണിക്കാണ്ടിരിക്കുന്നത്. സോ ഇത്രയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു കോഴ്സ് തന്നെയാണ് BA സോഷ്യോളജി എന്ന് പറയുന്നത്. അപ്പോൾ BA സോഷ്യോളജിയും അതിന്റെ സാധ്യതകളെയും പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമന്റ് സെക്ഷനിൽ കമന്റ് ആയിട്ട് അറിയിച്ചാൽ മതി. അപ്പോൾ നമുക്ക് മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എനിവേ, താങ്ക് യു.